ബാലേന്ദ്രൻ ആദ്യം ഇവരോട് പറയുന്നത് മെസ്സേജ് അയച്ചു തുടങ്ങുമ്പോൾ പറയുന്നത് 15 വക്കീലുമാർ 4 ജില്ലാ ജഡ്ജിമാർ ഒരു ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എന്നിവരുമായിട്ടെല്ലാം ദിലീപിൻ്റെ കേസിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന് ജാമ്യം കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട എന്നാണ് പറയുന്നത്. കോടതിയിൽ വന്നപ്പോൾ ഒരാളുടെ കാര്യം മാത്രം ബാലേന്ദ്രകുമാർ സമ്മതിച്ചു. അന്ന് ജില്ലാ ജഡ്ജിയായിരുന്ന ശ്രീകല സുരേഷുമായി താൻ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. ശ്രീകല സുരേഷ് തലശ്ശേരി ജില്ലാ ജഡ്ജിയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ശ്രീകല സുരേഷിൻ്റെ ഭർത്താവ് സുരേഷ് ശിവപുരവുമായി തനിക്ക് വളരെ അടുത്ത ബന്ധമാണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ശ്രീകല സുരേഷ് എന്ന് പറയുന്നത് ആരാണെന്നുള്ള പിന്നീട് ഓർഡറിൽ പറയുന്നുണ്ട്. അതായത് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തി ഈ കേസ് അന്വേഷിക്കാൻ രണ്ടാം ഘട്ടത്തിൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡായി വന്ന ADGP S ശ്രീജിത്തിൻ്റെ സ്വന്തം സഹോദരിയാണ് ഈ ശ്രീകല സുരേഷ് എന്ന് പറയുന്നത്. അവരുമായിട്ടാണ് ബാലേന്ദ്രകുമാർ ദീർഘമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. 2004 മുതലുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് DGPക്ക് അങ്ങോട്ട് കത്ത് കൊടുത്ത് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്ത ശ്രീജിത്തിന്. അതിലേക്ക് ഞാൻ വരികയായിരുന്നു. അതായത് 2021 ഡിസംബർ 25-നാണ് ബാലേന്ദ്രകുമാർ ഈ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ദിലീപിനെ എനിക്ക് നന്നായി അറിയാം, ദിലീപിനെ 2016 ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ ഞാൻ കണ്ടതാണ് എന്ന് തുടങ്ങിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് 2021 ഡിസംബർ 25-നാണ്. അതിലാണുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടു, കൂടാതെ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നതൊക്കെ. ഇതിൻ്റെ പേരിൽ ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ്, ഈ SIT ഹെഡായിരുന്ന S ശ്രീജിത്തിന് കത്ത് നൽകുകയാണ്, പരാതി നൽകുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 9-ാം തീയതി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ജനുവരി 9, 2022 ജനുവരി 9-ന്. അതിന് 3 ദിവസം മുമ്പ്, അതായത് ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തൽ നടത്തി 10 ദിവസം എത്തുമ്പോൾ ADGP ക്രൈംബ്രാഞ്ച് ADGP എന്ന ശ്രീജിത്ത് DGPക്ക് കത്ത് നൽകുകയാണ്. ഈ കേസിൽ വിചാരണ നടക്കുകയാണ്. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആളുകളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് 3 പേരെ സജസ്റ്റ് ചെയ്തുകൊണ്ട് കത്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ തലവനായി S ശ്രീജിത്ത് തന്നെ ചുമതലയേൽക്കുകയും ചെയ്യുന്നു. DGPയുടെ ഉത്തരവിനെ കോട്ട് ചെയ്തുകൊണ്ട് കോടതി ഇതിൽ വ്യക്തമായി പറയുന്നൊരു വരി ഞാൻ പറയാം. ദിസ് റിക്വസ്റ്റ് ഈസ് സീൻ മെയ്ഡ് ബൈ മിസ്റ്റർ S ശ്രീജിത്ത് IPS ഹിംസെൽഫ്. ഇതേ പാരഗ്രാഫിന് തൊട്ട് മുകളിൽ കോടതി പറയുന്നുണ്ട്, ദി മെസ്സേജസ് വുഡ് ഷോ ദാറ്റ് PW222 ഹാസ് ക്ലോസ് അസോസിയേഷൻ വിത്ത് ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് ADGP ശ്രീ S ശ്രീജിത്ത്. അതായത് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ഇവർ രണ്ടുപേരും ഫ്രീക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, 2021 ഡിസംബർ 25-ന് ബാലേന്ദ്രകുമാർ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം ഡിസംബർ 26-ന് തൊട്ടടുത്ത ദിവസം ഇവരുമായി ഏതാണ്ട് അരമണിക്കൂറോളം വരുന്ന ഫോൺ കോളുണ്ട്. കൂടാതെ വാട്സാപ്പിലും കോളുകൾ ഉണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് ബാലേന്ദ്രകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഏതാണ്ട് ഒരാഴ്ച എത്തുമ്പോൾ S ശ്രീജിത്ത് താൻ ഇതിനെ അന്വേഷണ സംഘത്തെ നയിക്കാം എന്ന് സജഷൻ കൊടുക്കും. DGP അത് അപ്രൂവ് ചെയ്ത് ഓർഡർ ആകുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കോടതി ഇതിൽ എടുത്തു പറയുന്നത്.